ഞാൻ നിങ്ങളോട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഒരു റേസിൽ പങ്കെടുക്കുകയാണ്, ഒരു മാരത്തോണാണ്. നിങ്ങളടക്കം ടോട്ടൽ 100 ആളുകളാണ് റേസിൽ പങ്കെടുക്കുന്നത്. റേസ് സ്റ്റാർട്ട് ചെയ്തു ആൻഡ് ഏറ്റവും അവസാനം നിങ്ങളാണ്. ബാക്കി 99 ആളുകളും നിങ്ങളുടെ മുന്നിലാണ്. അപ്പോൾ എങ്ങനെ നിങ്ങൾ അവരുടെ മുന്നിലെത്തും? റേസിൽ വിൻ ചെയ്യും. ആക്ച്വലി ഈ റേസ് എന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മെറ്റഫറായിട്ട് പറഞ്ഞതാണ് കേട്ടോ, ഒരു ഉപമയായിട്ട് പറഞ്ഞതാണ്. ലൈഫും ഇതുപോലെ ഒരു റേസ് തന്നെയാണ്. ആൻഡ് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിലെത്താനായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കും. 99% ആളുകളെയും പിന്നിലാക്കി ആ 1% എത്താനായിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സോ നമുക്കറിയാം, ഇന്ന് മെജോറിറ്റി ആളുകളും ഒരു മീഡിയോക്കർ ലൈഫാണ് ജീവിക്കുന്നത്. ആൻഡ് പലരും ഒരു ബാഡ് സർക്കിളാണ് ഉള്ളത്. ബാഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങളെ വാല്യൂ കുറച്ച് കാണുന്ന ആളുകളോടൊപ്പമാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. മറ്റുള്ളവരൊക്കെ നിങ്ങളെ ഇങ്ങനെ ഒരുപാട് കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ഒഴിവാക്കുകയും ഒക്കെ ചെയ്യുന്നു, ഒറ്റപ്പെടുത്തുന്നു. അപ്പോൾ ഇതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾ കുറേ മോട്ടിവേഷണൽ വീഡിയോസ് കാണാൻ തുടങ്ങുന്നു, ഒരുപാട് വീഡിയോസ് വാച്ച് ചെയ്യുന്നു, ചിലപ്പോൾ കുറേ നോട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. ബട്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തു നോക്കുന്നില്ല. ആക്ഷൻ ഈസ് ഓൾവേസ് 0. അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നോ. നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസും ഉണ്ടാവാൻ പോകുന്നില്ല. അതേപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഓർ മേ ബി അതിനേക്കാൾ വേഴ്സ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. കുറേ മോട്ടിവേഷൻ വീഡിയോസ് കണ്ടതുകൊണ്ട് മാത്രം കാര്യമല്ല, അതിൽ പറയുന്ന കാര്യങ്ങൾ ലൈഫിൽ പ്രാവർത്തികമാക്കുക കൂടി ചെയ്യണം. ഞാനൊരു സത്യം പറയട്ടെ, ഇന്നുണ്ടല്ലോ മറ്റുള്ള ആളുകളെ പിന്നിലാക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്നറിയോ? ഇന്ന് മിക്ക ആളുകളും ഡിസ്ട്രാക്റ്റഡ് ആണ്. യെസ്, ആർക്കും ഒന്നിലും മര്യാദയ്ക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ലോ അറ്റൻഷൻ സ്പാനാണ്, ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ജങ്ക് ഫുഡ്സ്, ഓവർ യൂസേജ് ഓഫ് സോഷ്യൽ മീഡിയ, ബാഡ് ഫ്രണ്ട്സ്, അതർ ബാഡ് ഹാബിറ്റ്സ്, അങ്ങനെ ഇതൊക്കെ കൂടിയായിട്ട് മിക്ക ആളുകളും ഡിസ്ട്രാക്റ്റഡ് ആണ്. ബട്ട് എന്നിട്ടും നിങ്ങൾക്ക് അവരെ പിന്നിലാക്കാൻ സാധിക്കാത്തത് എന്താണെന്നറിയോ? നിങ്ങളും അവരെ പോലെ ഡിസ്ട്രാക്റ്റഡ് ആയതുകൊണ്ട് തന്നെയാണ്. സോ നിങ്ങൾക്ക് ആ 99% ആളുകളെ പിന്നിലാക്കണമെങ്കിൽ ദെൻ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. ആൻഡ് അവർ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങണം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ആ 1% ആളുകൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളും ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങണം. ഒരു പവർഫുൾ മൈൻഡ് സെറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യണം. നമ്മൾ നേരത്തെ ഒരു റേസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, 100 ആളുകളുള്ള റേസിൽ നിങ്ങളാണ് ഏറ്റവും ലാസ്റ്റ്. സോ എങ്ങനെ മുന്നിലെത്താം? അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ആദ്യം നിങ്ങൾ കുറച്ച് പതുക്കെ നടക്കുക, പിന്നെ കുറച്ചൊന്ന് സ്പീഡ് കൂട്ടുക, പിന്നെ ഓടുക, പിന്നെ ഓട്ടത്തിൻ്റെ സ്പീഡ് കൂട്ടുക, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മുന്നിലെത്തും. കാരണം ബാക്കിയുള്ള ആളുകളൊക്കെ ഡിസ്ട്രാക്റ്റഡ് ആണ്. അവർ ഓടുന്നുണ്ടെങ്കിലും പല പല മോശം കാര്യങ്ങളിലേക്ക് അവരുടെ ഫോക്കസ് ആൻഡ് അറ്റൻഷൻ പോകുന്നതുകൊണ്ട് തന്നെ അവർക്ക് മര്യാദയ്ക്ക് ആ റേസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇഫ് യു കീപ് മൂവിങ് ഫോർവേഡ് യു വിൽ വിൻ. യു വിൽ ഡെഫിനറ്റ്ലി വിൻ. ആമേൻ്റെയും മുയലിൻ്റെയും കഥ കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് പോയാൽ മാത്രം മതി. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞുതരാം, ദ വിന്നേഴ്സ് ഇഫക്റ്റ്. ഈ ഇഫക്റ്റിനെ പറ്റി അറിയാനായിട്ട് 2 എലികളെ വെച്ചിട്ട് ഒരു എക്സ്പീരിയൻസ് നടത്തി. ഒന്നാമത്തെ എലി വളരെ നോർമൽ ആയിട്ടുള്ള ഒരു എലിയാണ്. ആൻഡ് രണ്ടാമത്തെ എലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ആദ്യത്തെ എലിയെ അപേക്ഷിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എലിയാണ്. റിസർച്ചേഴ്സ് എന്ത് ചെയ്തെന്നറിയോ? ഈ സ്ട്രോങ് ആയിട്ടുള്ള എലിയെ ഒരു ഡ്രഗ് കുത്തിവെച്ച് കുറച്ച് അവശനാക്കി. എന്നിട്ട് ആ ആദ്യത്തെ എലിയുമായിട്ട് ഫൈറ്റ് ചെയ്യിച്ചാൽ എന്തായാലും ഈ രണ്ടാമത്തെ എലി ജയിക്കില്ല എന്നുള്ളത് ഉറപ്പുവരുത്തി. ദെൻ ഈ 2 എലികളെയും ഫൈറ്റ് ചെയ്യിപ്പിച്ചു. ആൻഡ് പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ ആദ്യത്തെ എലി തന്നെ ജയിച്ചു. ദെൻ ഈ രണ്ടാമത്തെ എലിയുടെ ശരീരത്തിൽ നിന്നും അതിൻ്റെ ഡ്രഗ്സ് ഒക്കെ റിമൂവ് ചെയ്തു, പഴയ പോലെ സ്ട്രോങ് ആക്കി. എന്നിട്ട് വീണ്ടും ഈ 2 എലികളെയും ഫൈറ്റ് ചെയ്യിപ്പിച്ചു. ഇപ്പോൾ ആരാ ജയിച്ചിട്ടുണ്ടാവുക? വീണ്ടും നമ്മളുടെ ആദ്യത്തെ എലി തന്നെയാണ് ജയിച്ചത്. 3ാമത്തെ പ്രാവശ്യം ഫൈറ്റ് ചെയ്യിപ്പിച്ചു, അതിലും വിജയിച്ചത് നമ്മളുടെ ആദ്യത്തെ എലി തന്നെയാണ്. ഇതാണ് വിന്നേഴ്സ് ഇഫക്റ്റ്. എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം കൂടുതൽ ജയിക്കുന്നോ അത്രത്തോളം ഫ്യൂച്ചറിലും നമ്മൾ ജയിച്ചുകൊണ്ടേയിരിക്കും. ബിക്കോസ് ജയിക്കുമ്പോൾ അത് നമ്മളെ കൂടുതൽ കോൺഫിഡൻ്റ് ആക്കും. ടെസ്റ്റോസ്റ്ററോൺ ലെവലൊക്കെ ഇൻക്രീസ് ചെയ്യും. ആൻഡ് അടുത്ത പ്രാവശ്യവും നമ്മൾ തന്നെ എന്തായാലും ജയിക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകും. ആൻഡ് ഇതിൻ്റെ നേരെ റിവേഴ്സ് ശരിയാണ് കേട്ടോ. നിങ്ങൾ എത്രത്തോളം തോൽക്കുന്നോ അത്രത്തോളം ഒരു ലൂസർ ആവാനുള്ള ചാൻസും ഉണ്ട്. ഇപ്പോൾ റിച്ച് ആയിട്ടുള്ള ആളുകൾ വീണ്ടും പൈസ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു, കൂടുതൽ റിച്ച് ആവുന്നു. പുവർ ആയിട്ടുള്ള ആളുകൾ കൂടുതൽ പുവറായിട്ട് വരുന്നു. ഇപ്പോൾ ജിമ്മിൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ തുടർച്ചയായിട്ട് ഒരു 2 ആഴ്ചത്തേക്ക് ജിമ്മിൽ പോയാൽ പിന്നെ നെക്സ്റ്റ് ഡേ പോകാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഒരു 2 ദിവസം ബ്രേക്ക് എടുത്താലോ പിന്നെ നെക്സ്റ്റ് ഡേ പോകാനായിട്ട് നമുക്ക് കുറച്ച് മടി തോന്നും, അല്ലേ? സോ ഇതാണ് ബേസിക്കലി ദ വിന്നേഴ്സ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഒരു വിന്നർ ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ആദ്യം ചെറിയ ജയങ്ങളിൽ ഫോക്കസ് ചെയ്യണം. ഫോക്കസ് ഓൺ സ്മോൾ വിൻസ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകാൻ പഠിക്കുക. ആദ്യം നിങ്ങൾ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക, അത് അച്ചീവ് ചെയ്യുക. ദെൻ അതിനേക്കാൾ കുറച്ചുകൂടി വലുത് സെറ്റ് ചെയ്യുക, പിന്നെ അത് അച്ചീവ് ചെയ്യുക. അങ്ങനെ ആ ഒരു മൊമെൻറ്റം ബിൽഡ് ചെയ്യുക.
ഓരോ തവണ നിങ്ങൾ വിൻ ചെയ്യുമ്പോഴും അത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യും, നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ട് നിങ്ങളെ പ്രാപ്തരാക്കും. അപ്പോൾ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാനും പറ്റും. മെജോറിറ്റി ആളുകളും ഇവിടെയാണ് മിസ്റ്റേക്ക് വരുത്തുന്നത്. അവരാദ്യം തന്നെ ഒരു വലിയ ഗോൾ അങ്ങോട്ട് സെറ്റ് ചെയ്യും, എന്നിട്ട് അത് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കും, ആൻഡ് അതിൽ ഫെയിൽ ആവുകയും ചെയ്യും. അപ്പോൾ അവർ സ്വയം ചിന്തിക്കാൻ തുടങ്ങും, ഇതൊന്നും എനിക്ക് പറ്റിയതല്ല, എനിക്കതിനുള്ള കഴിവൊന്നുമില്ല, ഞാൻ വേറെ എന്തെങ്കിലും നോക്കുന്നതാണ് നല്ലത് എന്നൊക്കെ. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ആദ്യം ചെറിയ ഗോൾസ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് അതിൽ വിൻ ചെയ്യുക, ആൻഡ് അതിൽ നിന്ന് കിട്ടുന്ന കോൺഫിഡൻസും മോട്ടിവേഷനും ഒക്കെ യൂസ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് പോവുക. അങ്ങനെ നിങ്ങൾക്ക് ആ വിന്നേഴ്സ് എഫക്റ്റ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു എഫക്റ്റ് യൂസ് ചെയ്ത് എന്ത് ഗോൾസും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, നിങ്ങളുടെ സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാണ് ആൻഡ് അതേപോലെ തന്നെ വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ട് അതൊക്കെ വെച്ചിട്ട് ഗോൾസ് സെറ്റ് ചെയ്യുക, ആൻഡ് എന്നിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുക. എല്ലാവർക്കും സെയിം ഗോൾസ് വെച്ചാൽ അതെല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ പ്രയോറിറ്റീസ് ആൻഡ് ഡ്രീംസ്. അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്സസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഗോൾസ് സെറ്റ് ചെയ്യുക, കസ്റ്റമൈസ് ചെയ്യുക. ഇനീഷ്യലി ഒരു 3 ഏരിയാസ് സെലക്ട് ചെയ്തിട്ട് അത് ഇംപ്രൂവ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ 3 ഏരിയാസ് ആയിട്ട് എടുക്കുന്നത് ഹെൽത്ത്, വെൽത്ത് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആണ് എന്ന് വിചാരിക്കാം. എനിക്ക് എൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യണം, നല്ല ആരോഗ്യവാനാവണം, പിന്നെ നല്ല പൈസ സമ്പാദിക്കണം, സമ്പന്നനാവണം, ആൻഡ് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എനിക്ക് ഇംപ്രൂവ് ചെയ്യണം എന്ന് വിചാരിക്കാം. ഇനി എന്ത് ചെയ്യണമെന്നറിയോ, അതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഡെയിലി ടാസ്കുകൾ അല്ലെങ്കിൽ ഡെയിലി അച്ചീവ് ചെയ്യേണ്ട ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക. ഡെയിലി ഈവനിങ്ങിൽ ജിമ്മിൽ പോകണം, ജിമ്മിൽ പോകാൻ പറ്റാത്ത ദിവസം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കുറച്ച് ഹോം വർക്കൗട്ട്സ് ഒക്കെ ചെയ്യണം, ജങ്ക് ഫുഡ്സ് സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യണം, ഡെയിലി ഒരു 1 hour ഒരു ഹൈ ഇൻകം സ്കില്ല് പഠിക്കാനായിട്ട് യൂട്ടിലൈസ് ചെയ്യണം, ആൻഡ് പഠിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ വർക്ക് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കുറേ കൂടി സോഷ്യലൈസ് ആവണം, നല്ല ക്ലബ്സിൽ ജോയിൻ ചെയ്യണം, ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരണം. അങ്ങനെ നിങ്ങളുടെ മെയിൻ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ചെറിയ ചെറിയ ഗോൾസൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് യു നീഡ് ടു കീപ് മൂവിങ് ഫോർവേഡ്. അതേപോലെ ഇവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു കൺസെപ്റ്റ് കൂടിയാണ് കേട്ടോ, ദ വാരിയർ മോഡ്. ഇപ്പോൾ പൊതുവെ ജിമ്മിൽ പോവുക എന്ന് പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടായി തോന്നുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ, ജിമ്മിൽ പോവുക എന്ന് പറയുന്നത് അവർ പെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ജിമ്മിൽ പോവുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു മെൻറ്റാലിറ്റി സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ മാറ്റണം. ജിമ്മിൽ പോവുക എന്ന് പറയുന്നത് പ്ലഷറായിട്ട്, സന്തോഷവുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. ജിമ്മിൽ പോയാൽ അത് നമ്മളെ ഹെൽത്തി ആക്കും, ഫിറ്റാക്കും എന്നതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക, പ്ലഷറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. ആൻഡ് ജിമ്മിൽ പോയിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ ഹെൽത്തിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ജിമ്മിൽ പോവാത്തതിനെ പെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. നേരെ റിവേഴ്സ് ആക്കാം. അതാണ് വാരിയർ മോഡ് എന്ന് പറയുന്നത്. ജങ്ക് ഫുഡ് കഴിക്കുന്നത് അൺഹെൽത്തി ആയിട്ട് അസോസിയേറ്റ് ചെയ്യുക, പെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. ആൻഡ് നല്ല ഫുഡ് കഴിക്കുന്നത് ഹെൽത്തി ആയിട്ട്, പ്ലഷറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നിങ്ങളെ ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളെ പ്ലഷറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ ലൈഫിനെ മോശമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളെ പെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റാണ് ഇവിടെ ചെയ്യുന്നത്, ആൻഡ് ദിസ് ഇസ് വെരി വെരി എഫക്റ്റീവ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്താലോ, 99% ആളുകളുടെയും മുന്നിലെത്തണമെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം, ആൻഡ് അവർ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങണം. പിന്നെ വിന്നേഴ്സ് എഫക്റ്റ് പറഞ്ഞു, ജയിക്കും തോറും നമ്മൾ ഫ്യൂച്ചറിൽ കൂടുതൽ ജയിച്ചുകൊണ്ടിരിക്കും. സോ അതിനാദ്യം എന്ത് ചെയ്യണം, ഫോക്കസ് ഓൺ സ്മോൾ വിൻസ്. ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യാം, അത് അച്ചീവ് ചെയ്യുക, ആൻഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോവുക. ആൻഡ് ദെൻ വാരിയർ മോഡ്, നിങ്ങളുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളെ പ്ലഷറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക, ആൻഡ് ലൈഫിനെ മോശമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളെ പെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദെൻ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.